ഓസ്മോട്ടിക് പ്രഷറിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ മിക്സിംഗ് 100 ml ഓഫ് 3.4% സൊല്യൂഷൻ ഓഫ് യൂറിയ. അതിന്റെ മോളാർ മാസ് തന്നിട്ടുണ്ട്. ഏതിന്റെ? യൂറിയയുടെ 16 ആണ്. ആൻഡ് 100 ml ഓഫ് 1.6% സൊല്യൂഷൻ ഓഫ് കെയിൻ ഷുഗർ. കെയിൻ ഷുഗറിന്റെ എന്താണ് മോളാർ മാസ് തന്നിട്ടുണ്ട് 342 എന്നുള്ളത്. ഈ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് 273 കെൽവിൻ എന്നുള്ളത്. നമുക്ക് ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ മോൾസ് കണ്ടുപിടിക്കുക. ഇവിടെ എന്തിന്റെയൊക്കെയാണ്? യൂറിയയുടെയും കെയിൻ ഷുഗറിന്റെയും സെപ്പറേറ്റ് മോൾസ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഗിവൺ മാസ് എന്താണ്? മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്നുള്ളത്. സോ നമുക്ക് മാസ് തന്നിട്ടുണ്ട് രണ്ടിന്റെ അല്ലേ. അതായത് യൂറിയയുടെ കേസ് നോക്കുമ്പോൾ 3.4 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 16 തന്നിട്ടുണ്ട്. ഇനി കെയിൻ ഷുഗറിന്റെ കേസിൽ വരുമ്പോൾ 1.6% തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ മോളാർ മാസ് 342 ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് നോക്കിക്കേ, 0.0567 മോൾസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ എന്നാണ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഇവിടെ ആണെങ്കിലും മോൾസ് ഓഫ് ഷുഗർ എത്രയാണ്? 0.00468 എന്നുള്ളതാണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മോൾസ് ഓഫ് യൂറിയ പ്ലസ് മോൾസ് ഓഫ് ഷുഗർ കെയിൻ ഷുഗർ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് കിട്ടുന്നത്? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കിന് 0.06138 മോൾസ് എന്ന് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടോട്ടൽ വോളിയം ഓഫ് ദി സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇവിടെ 100 ml തന്നിട്ടുണ്ട്. രണ്ടിന്റെയും 100 ml ആണ്. 100 ml രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 200 ml എന്ന് കിട്ടുന്നു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ml വെച്ചിട്ടാണോ? അല്ല, ലിറ്റേഴ്സ് വെച്ചിട്ടാണ് അല്ലേ. അപ്പം 0.2 ലിറ്റേഴ്സ് എന്ന് കിട്ടുന്നുണ്ട്. ഇനി ടോട്ടൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് 0.06138 എന്ന് ഉണ്ട്. അതേ ഡിവൈഡഡ് ബൈ 0.2 വോളിയമായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 0.3068 എന്ന് കിട്ടും. ലാസ്റ്റിൽ നമുക്ക് ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ അറിയാം. പൈ ഈക്വൽ ടു CRT. സി എന്ന് വെക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്. ആർ എന്ന് വെക്കുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ 0.0821 ലിറ്റേഴ്സ് എന്നാണ്. പിന്നെ ടി ടെമ്പറേച്ചർ നമുക്ക് 273 കെൽവിൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കോൺസെൻട്രേഷന് 0.3069 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കുക. അതേപോലെ ടെമ്പറേച്ചർ 273 കൊടുക്കുക. സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.88 ATM എന്നുള്ളതാണ്. സോ ആൻസർ വന്നിട്ട് 6.88 ATM.